ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള കഥകൾ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തുന്നു. കൂടാതെ അതിനെക്കുറിച്ച് ചില ചിന്തകളും വർത്തമാനങ്ങളും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹരിയാനയിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു പിശുക്കനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ ശിവക്ഷേത്രത്തിൽ തൊഴുവാൻ ചെന്നപ്പോൾ ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. അയാൾ വാതിലിൻ്റെ വിടവിൽ ചെവി ചേർത്തു ശ്രദ്ധിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു. അത് ശ്രീപാർവതിയും പരമശിവനും തമ്മിലുള്ള സംസാരമായിരുന്നു. ആ പാവം ഭിക്ഷക്കാരന് എന്തെങ്കിലും സഹായം ചെയ്തു കൂടെ? അയാൾ എത്ര കാലമായി അങ്ങയുടെ മുന്നിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നു. പാർവതി ശിവനോട് ചോദിച്ചു. ആ ശരിയാണ്, ഞാനും അത് ആലോചിക്കാതെയല്ല. മകനെ ഗണപതി, ആ യാചകന് 10 ദിവസത്തിനകം 1,00,000 പൊൻപണം നീ നൽകണം. ശിവൻ ഗണപതിയോട് പറഞ്ഞു. അങ്ങയുടെ ആജ്ഞ ഞാൻ ഉടൻ പാലിക്കാം. ഗണപതി സമ്മതിച്ചു. അത് കേട്ടതും പിശുക്കന് സംഭ്രമമായി. കാരണം ക്ഷേത്ര നടയിലിരുന്ന് യാചിക്കുന്ന ഭിക്ഷക്കാരനെക്കുറിച്ചാണ് പാർവതിയും ശിവനും സംസാരിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. എന്ത് വില കൊടുത്തും ആ പണം കൈക്കലാക്കാൻ പിശുക്കൻ തീരുമാനിച്ചു. അയാൾ നേരെ യാചകന്റെ അരികെ ചെന്നു. നിനക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും? പിശുക്കൻ യാചകനോട് ചോദിച്ചു. കഷ്ടിച്ച് 10 രൂപ കിട്ടും, യാചകൻ പറഞ്ഞു. നിന്റെ 10 ദിവസത്തെ വരുമാനം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് 200 രൂപ തരാം. യാചകൻ അമ്പരന്നുപോയി. ഒറ്റ പൈസ പോലും ദാനം ചെയ്യാത്ത പിശുക്കനാണ് അയാൾ. എന്തെങ്കിലും ലാഭം കാണാതെ അയാൾ ഇങ്ങനെ പറയില്ല എന്ന് യാചകന് തോന്നി. അത് ശരിയാവില്ല, യാചകൻ പറഞ്ഞു. എങ്കിൽ ഞാൻ 500 രൂപ തരാം. പിശുക്കൻ കുറച്ചുകൂടി കൂട്ടി. പക്ഷേ യാചകൻ സമ്മതിച്ചില്ല. പിശുക്കൻ പിന്നെയും തുക കൂട്ടി. ഒടുവിൽ അത് 50,000 പൊൻപണം വരെയായി. 50,000 പൊൻപണമോ? സമ്മതിച്ചു. പിശുക്കന് സന്തോഷമായി. 50,000 പൊൻപണം പോയാലെന്ത്, 1,00,000 പൊൻപണം തനിക്ക് കിട്ടുമല്ലോ. അയാൾ അന്ന് തന്നെ യാചകന് പറഞ്ഞ പണം കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. 10ാമത്തെ ദിവസം യാചകനിൽ നിന്ന് 1,00,000 പൊൻപണം വാങ്ങാൻ പിശുക്കൻ ക്ഷേത്രത്തിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ശിവനും പാർവതിയും സംസാരിക്കുന്നത് കേട്ടു. അയാൾ വാതിലിൻ്റെ വിടവിൽ ചെവിയോർത്ത് ശ്രദ്ധിച്ചു കേൾക്കാൻ നിന്നു. അപ്പോൾ കേട്ടതിങ്ങനെയാണ്. പാർവതി ഗണേശനോട് പറയുകയാണ്. ഗണേശ, നീ ആ പാവം യാചകന് 1,00,000 പൊൻപണം കൊടുത്തോ? അപ്പോൾ ഗണപതി മറുപടി പറഞ്ഞു. 50,000 പൊൻപണം അയാൾക്ക് അന്ന് തന്നെ കിട്ടി, ബാക്കി അയാൾക്ക് ഇന്ന് കിട്ടും. അപ്പോൾ പാർവതി തിരികെ ചോദിച്ചു. അതെങ്ങനെ? നമ്മുടെ വർത്തമാനം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരു പിശുക്കനുണ്ട്. അയാളാണ് 50,000 പൊൻപണം അയാൾക്ക് കൊടുത്തത്. ബാക്കി 50,000 പൊൻപണം കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഇന്ന് ചെവി വാതിലിൻ്റെ വിടവിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പിശുക്കൻ ഞെട്ടിപ്പോയി. അയാൾ അവിടെ നിന്ന് ഓടാൻ തുനിഞ്ഞു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് വാതിലിൻ്റെ വിടവിൽ നിന്ന് ചെവിയെടുക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടി. എത്രയും വേഗം എൻ്റെ മകനോട് വരാൻ പറയണേ. അയാൾ കരഞ്ഞപേക്ഷിച്ചു. അയാളുടെ മകൻ വിവരമറിഞ്ഞ് ഓടിയെത്തി. എന്താണച്ചാ? അവൻ ചോദിച്ചു. വേഗം 50,000 പൊൻപണം ആ യാചകന് കൊണ്ടുകൊടുക്കൂ മകനെ, അയാൾ മകനോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ എത്ര പെട്ടെന്ന് നന്നായി. പിശുക്കൻ്റെ മകൻ പണക്കിഴി എടുത്തുകൊണ്ടുവന്ന് യാചകന് കൊടുത്തു. ഉടനെ പിശുക്കൻ്റെ ചെവി വാതിലിൻ്റെ വിടവിൽ നിന്ന് പുറത്തു വന്നു. പിശുക്കൻ്റെ മനംമാറ്റം കണ്ട് നാട്ടുകാർ സന്തോഷിച്ചു. പക്ഷേ സത്യം ആരും അറിഞ്ഞില്ല. ഇത്രയുമാണ് കഥ. ഇതൊരു ഹരിയാനയിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്.
ഹരിയാന കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഒരു പിശുക്കൻ്റെ ഒരു സ്വാർത്ഥതയും കുതന്ത്രവും ഒക്കെയാണ് ഇവിടുത്തെ വിഷയം. ഈ പിശുക്കന്മാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ ആവശ്യത്തിന് പോലും പണം ചിലവഴിക്കില്ല, എല്ലാം ഇങ്ങനെ കൂട്ടിവെക്കും. ആ പണം കൂട്ടുന്നതിലാണ് അവർക്ക് ഏറെ ആനന്ദം ലഭിക്കുന്നത്. ദൈവങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദൈവത്തിനും പണം വേണ്ട. ദൈവങ്ങളൊക്കെ ഈ മനസ്സിലല്ലേ, നമ്മുടെ മനസ്സിലുള്ള ദൈവങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ മനുഷ്യർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്. മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. എന്തിനും പണം വേണം. എന്തിനു പറയുന്നു, മരിച്ചാൽ പോലും ചിലവാണ് അല്ലേ, അതിനും വേണം പണം. അപ്പോൾ മനുഷ്യരുടെ ആവശ്യമാണ് പണമെന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തതിൽ നിന്ന് അപഹരിക്കാൻ നോക്കുന്നതിൻ്റെ ഒരു കഥയാണ് നമ്മളിവിടെ കേട്ടത്. ഇതൊരു തെറ്റിൻ്റെ കഥയാണ്. നമ്മളാരും ഈ തെറ്റ് പറ്റിയാലും നമുക്കൊന്നും സമ്മതിക്കാൻ പറ്റുകയില്ല. ഈ തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ നമുക്ക് സാധിക്കാറില്ല. വളരെ അപൂർവമായിട്ടൊക്കെ അതൊക്കെ സംഭവിക്കാറുള്ളൂ. ഈ തെറ്റ് പറ്റി എന്ന് ഏറ്റു പറയുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ടൊക്കെ കാണാറുള്ളൂ. അന്യം നിന്ന് പോയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു തെറ്റ് പറ്റിയാൽ അയ്യോ എനിക്ക് തെറ്റ് പറ്റി, സോറി, ഇതാണ് പ്രശ്നം, ഞാനിങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ അത്ര അനായാസമായിട്ട് വരുന്നൊരു കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, കാറോ 2 വീലറോ സൈക്കിളോ എന്തെങ്കിലും ആവട്ടെ, റോഡിൽ കുറേ വെള്ളം കിടക്കുന്നു, നമ്മളൊന്ന് തെറിപ്പിച്ച് അല്ലേ ആ സൈഡിൽ കൂടെ പോകുന്ന, അതിലെ കാൽനടയായിട്ട് പോകുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയുടെ ദേഹത്തോട്ട് ആ വെള്ളം തെറിച്ച് വീണെന്നിരിക്കട്ടെ, അതായത് കുഴികളിൽ നിന്ന് തെറിച്ച് വീഴുന്ന വെള്ളം, അയാളുടെ ഉടുപ്പോ മറ്റോ അഴുക്കായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ പലപ്പോഴും വണ്ടിയും ഓടിച്ചു ഒന്ന് നിർത്തി അയ്യോ തെറ്റുപറ്റി ക്ഷമിക്കുക എന്ന് പറയാൻ പോലും നമ്മൾ കൂട്ടാക്കാറില്ല. അല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ നമ്മളിലൊരു സന്തോഷം വരും. നമ്മൾ ക്ഷമ ചോദിക്കാതെ പോകുമ്പോഴാണ് ഏറ്റവും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മുടെ ഈ ഒരു ഈഗോ, ഞാൻ വലിയവനാണ് എന്നുള്ളൊരു ഈഗോ ആണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ചെറുതാകാൻ കഴിയില്ല. അതാണ് കഥ വായിച്ചപ്പോൾ എനിക്ക് തെറ്റിനെ കുറിച്ചാണ് പറയാൻ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ചില തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ്. നേതാക്കളുടെ കാര്യം പറയട്ടെ അല്ലേ. നേതാക്കളുമൊക്കെ ഏറെക്കുറെ ഇങ്ങനെയാണ് അല്ലേ. വലിയ വലിയ തെറ്റുകൾ ചിലപ്പോൾ ഒരു ജനതയോടൊക്കെ ചെയ്തിരിക്കാം. വലിയ തെറ്റുകൾ ഒരു കൂട്ടം ആൾക്കാരെ, ചിലപ്പോൾ ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച നേതാക്കളൊക്കെ നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ കാണാം. പക്ഷെ അവരൊന്നും പലപ്പോഴും അയ്യോ ഇത് ഞാൻ ചെയ്ത വലിയ തെറ്റാണ്, ഒരു അതിക്രമമാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എന്നും പറഞ്ഞ് ഒരിക്കലും ആ ജനതയോട് മാപ്പ് ചോദിക്കുന്നതൊക്കെ അപൂർവമായിട്ടൊക്കെ സംഭവിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ടൊക്കെ. പിൽക്കാലത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മാപ്പ് ചോദിച്ച കാര്യങ്ങൾ. അപ്പോൾ ഞാൻ രാജ്യം ഭരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് അല്ലേ. നമ്മുടെ വലിയ ചരിത്രം നോക്കിയാൽ ഇതൊക്കെ ഹിറ്റ്ലറിനെ കണക്കും മറ്റുമൊക്കെ എത്രയോ അനേകം അല്ലേ ലോക നേതാക്കളുണ്ട്, രാജ്യങ്ങൾ ഭരിച്ചിരുന്നവരുണ്ട്. എത്രമാത്രം തെറ്റുകൾ ചെയ്തവർ അല്ലേ. ചില യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുക, അത് വലിയൊരു തെറ്റാവുക, എത്രയോ ആൾക്കാർ അല്ലേ മരണപ്പെടുക, അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് അല്ലേ മതവും ഭരണകൂടവും ഒക്കെ ഇഴുകിച്ചേർന്ന് ഒരു വിഭാഗം ജനതയെ തുടച്ചു നീക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലേ. അങ്ങനെയൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ അനേകം കറുത്ത പാടുകൾ കാണാം അല്ലേ. അതോടൊപ്പം തന്നെ അല്ലേ നേതാക്കൾ നടത്തുന്ന അഴിമതികൾ, അതൊക്കെ നടത്തിയിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നവരുണ്ട് അല്ലേ. ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒന്ന് ഏറ്റു പറയാനോ ഒന്നും പലപ്പോഴും ആ ജനതയോടാണ് വലിയ അഴിമതി കാണിച്ചത്. അവർ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ച ഒരു നേതാവ്, അയാൾക്ക് ആ ഭരണ നിർവഹണത്തിൽ പിഴവ് സംഭവിക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ അഴിമതി കാണിക്കുമ്പോൾ, തെറ്റായ പ്രവണതകൾ കാണിക്കുമ്പോൾ, ഉന്മൂലനം ചെയ്യുമ്പോൾ, ഇതൊക്കെ ഒന്ന് ക്ഷമ ചോദിക്കുന്ന അല്ലേ. അങ്ങനെ ക്ഷമ ചോദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ മാറ്റമായിരുന്നു അല്ലേ. ഇപ്പോൾ എല്ലാത്തിലും എവിടെയും നമ്മൾ ഈ ഏത് രാജ്യത്തായാലും അല്ലേ ആ ഭരണത്തിലിരിക്കുന്നവരൊന്ന് ഒരുമിച്ച് കൂടി അവർക്ക് വന്ന പിഴവുകളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അയ്യോ ഇതൊക്കെ ഒന്ന് മാറ്റണം, ഇങ്ങനെയല്ല വേണ്ടതെന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ, അതൊരു കമ്പനി ആയിക്കോട്ടെ അല്ലേ, നമ്മൾ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ആശുപത്രികളോ ഏത്
ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അവർക്ക് വരുന്ന പിഴവുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് അയ്യോ ഇനി വരരുത്, ഇത് നമ്മൾ തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മളിങ്ങനെയുള്ള തെറ്റ് ചെയ്തു ഇനി അത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അല്ലേ. തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണത, ഒരു കൂടിയാലോചന. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. തെറ്റെന്നൊരു കുഴിയിൽ വീണിട്ട് അതൊരു പടുകുഴിയായി മാറും. പക്ഷെ അത് കറക്റ്റ് ചെയ്യുമ്പോഴോ അതൊന്ന് അടച്ച് മൂടുമ്പോഴോ നമുക്ക് അത് മാറും അല്ലേ. ഒരു കുഴിയുണ്ടെങ്കിൽ അതൊന്ന് മണ്ണിട്ട് മൂടുമ്പോൾ ആ ഒരു പ്രശ്നം തീരും. ഇല്ലെങ്കിലോ അത് വീണ്ടും കുഴിയായിക്കൊണ്ടിരിക്കുമല്ലേ. അതുപോലെയാണ്. അങ്ങനെയാണ് ഈ കഥ വായിച്ചപ്പോൾ ചിന്തയിലോട്ട് വന്ന ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, കഥ കഴിഞ്ഞു, അല്പം കാര്യം പറച്ചിലും കഴിഞ്ഞു. നമുക്ക് കേട്ടുമുട്ടാം വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ കഥയും ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.